നമസ്കാരം. ദ ബോർഡർ ഓഫ് എ മൈൻഡ്.കോമിലെ അജ്മലിന്റെ എഴുത്തുകളെക്കുറിച്ചുള്ള നമ്മുടെ സംഭാഷണ പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ ഫോട്ട്സ് ഓഫ് ദ മൈൻഡ് എന്നൊരു ബ്ലോഗ് പോസ്റ്റാണ്. അതെ, നമുക്കെല്ലാവർക്കും ചിലപ്പോൾ തോന്നാറില്ലേ, നമ്മുടെ ഒരു സേഫ് സോണിൽ, ഒരു സുരക്ഷിത താവളത്തിൽ ഒതുങ്ങിക്കൂടാൻ. അതിനെക്കുറിച്ചാണ് അജ്മൽ ഇതിൽ പറയുന്നത്. ശരിയാണ്. ദ ബോർഡർ ഓഫ് എ മൈൻഡ്.കോം എന്ന ആ ഒരു സ്പേസ്, അജ്മൽ പറയുന്നത് പോലെ നമ്മളിലെ ആ ഒരു ക്യൂരിയോസിറ്റി, ആ അത്ഭുതം കണ്ടെത്താനും അത് ആഘോഷിക്കാനും ഒക്കെയുള്ള ഒരിടം. അപ്പോ അവിടെ അദ്ദേഹത്തിന്റെ ചിന്തകൾ, പിന്നെ ഈ പറഞ്ഞ പോലെ പ്രതിഫലനങ്ങൾ, അതൊക്കെ എഴുത്തായും കലയായും ഒക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. ഈ ഫോട്ട്സ് ഓഫ് ദ മൈൻഡ് പോസ്റ്റില് അജ്മൽ ഒരു നല്ലൊരു രൂപകം ഉപയോഗിക്കുന്നുണ്ട്. കുട്ടിക്കാലത്ത് നമ്മൾ തലയണ കൊണ്ടൊക്കെ കോട്ട കെട്ടില്ലേ? ഓർക്കുന്നു. അതൊരു സുരക്ഷിത ഇടമായിരുന്നു നമുക്ക്. അപ്പോ മുതിരുമ്പോഴും നമ്മൾ ഇതുപോലെ ചില കോട്ടകൾ പണിയുമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനത്തെ കോട്ടകൾ? ഒരുപക്ഷെ നമ്മുടെ സ്ഥിരം ശീലങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം പോകുന്ന വഴികൾ, നമ്മുടെ കംഫർട്ട് സോണുകൾ, ഇതൊക്കെ ഒരു തരം കോട്ടകളാണ്. ശരിയാണ്. അപ്പോ എന്തിനാണ് നമ്മളിങ്ങനെ ഈ കോട്ടകൾക്കുള്ളിൽ ഒതുങ്ങാൻ നോക്കുന്നത്? അജ്മൽ സൂചിപ്പിക്കുന്നത് പോലെ ആ ഒരു സുരക്ഷിതത്വം, ആ ഒരു പ്രിഡിക്റ്റബിലിറ്റി, അത് നമുക്ക് ആവശ്യമുണ്ട്. തീർച്ചയായും. പക്ഷേ ജീവിതം എപ്പോഴും നമ്മളെ അങ്ങനെ സുഖമായിട്ടിരിക്കാൻ സമ്മതിക്കില്ല, അല്ലേ? ചിലപ്പോ അപ്രതീക്ഷിതമായിട്ടൊരു തള്ളു കിട്ടും ആ കോട്ടയുടെ പുറത്തേക്ക്. അതെ. ഇപ്പോ ഒരു പുതിയ ജോലി കിട്ടുമ്പോൾ, അല്ലെങ്കിൽ വേറൊരു നഗരത്തിലേക്ക് താമസം മാറേണ്ടി വരുമ്പോൾ, ചിലപ്പോ അപ്രതീക്ഷിതമായ ഒരു സൗഹൃദം വരുമ്പോൾ പോലും നമ്മൾ ആ ഒരു സേഫ് സോണിനെ പുറത്തേക്ക് വരും. അജ്മൽ എഴുതിയ പോലെ ശരിക്കും ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ പെട്ടെന്ന് സ്റ്റേജിൽ കയറേണ്ടി വരുന്ന ഒരു പേടി തോന്നിയേക്കാം. അപ്പോൾ അവിടെയാണ് രസകരമായ കാര്യം. അജ്മൽ പറയുന്നത് ഈ ഒരു ഡിസ്കംഫർട്ട്, ഈ അസ്വസ്ഥതയുണ്ടല്ലോ, അതിലാണ് ശരിക്കും വലിയ വളർച്ചയുടെ സാധ്യത കിടക്കുന്നത് എന്നാണ്. അറിയാത്തൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു വെല്ലുവിളി നേരിടുമ്പോഴാണ് നമ്മളിലെ തന്നെ ചില പുതിയ കഴിവുകൾ കണ്ടെത്തുന്നത്, ലോകത്തെ ഒരു പുതിയ രീതിയിൽ കാണാൻ പഠിക്കുന്നത്. അത് ശരിയാണ്. എളുപ്പമുള്ള കാര്യമല്ല, സമ്മതിക്കുന്നു. പക്ഷെ അതിലൊരു ത്രില്ലുണ്ട്, ഒരു സാഹസികതയുണ്ട്. ശരിയും പറഞ്ഞാല് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഓർമ്മകൾ, അല്ലെങ്കിൽ ഏറ്റവും വലിയ വളർച്ചയൊക്കെ ഉണ്ടായത് നമ്മൾ പേടിച്ചിട്ടാണെങ്കിലും ആ ഒരു കംഫർട്ട് സോണിന് പുറത്തേക്ക് കടന്നപ്പോഴായിരിക്കും. അതെ അല്ലേ? അതെ. അജ്മലും അത് തന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ആ ഒരു ധൈര്യം കാണിച്ച നിമിഷങ്ങളിലാണ് പലപ്പോഴും നല്ല അനുഭവങ്ങളും വളർച്ചയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോ ഇതുപോലത്തെ ചിന്തകൾ, ചിലപ്പോ കുറച്ച് ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ജീവിതത്തിലെ സാധാരണ നിരീക്ഷണങ്ങൾ, ഇതൊക്കെയാണ് അജ്മൽ ദ ബോർഡർ ഓഫ് എ മൈൻഡ്.കോമിൽ പങ്കുവെക്കുന്നത്. അത് വെറും എഴുത്തു മാത്രമല്ല, ആ ആശയങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ആർട്ടും ഡിസൈനുകളും, ചിലപ്പോ അതുമായി ബന്ധപ്പെട്ട പോഡ്കാസ്റ്റുകളും ഒക്കെ അവിടെ കാണാം. അതൊരു അദ്ദേഹത്തിന്റെ ലോകത്തേക്കുള്ള ഒരു കാഴ്ചയാണ്. അപ്പോ ചുരുക്കത്തിൽ ഈ ഫോട്ട്സ് ഓഫ് ദ മൈൻഡ് എന്ന പോസ്റ്റ് നമ്മളോട് പറയുന്നത്, ആ സുരക്ഷിതത്വം നല്ലതാണെങ്കിലും വളരണമെങ്കിൽ ഇടയ്ക്കെങ്കിലും ആ കോട്ടയുടെ വാതിൽ തുറന്ന് പുറത്തിറങ്ങണമെന്നാണ്, അല്ലേ? തീർച്ചയായും. അപ്പോ ഈ പോസ്റ്റ് മുഴുവനായി വായിക്കാനും അജ്മലിന്റെ മറ്റു വർക്കുകൾ, അത് ആർട്ടാവാം, എഴുത്താവാം, അല്ലെങ്കിൽ ഇതുപോലുള്ള പോഡ്കാസ്റ്റുകളാവാം, അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും ദ ബോർഡർ ഓഫ് എ മൈൻഡ്.കോം സന്ദർശിക്കാൻ ഞങ്ങൾ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു ലോകം അവിടെ നിങ്ങൾക്ക് കൂടുതൽ അടുത്തറിയാൻ പറ്റും. അതെ. അപ്പോ അജ്മലിന്റെ എഴുത്തുകളെക്കുറിച്ചുള്ള നമ്മുടെ ഈ സംഭാഷണ പരമ്പരയിലെ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക. പോകുന്നതിനു മുൻപ് ഒരു ചെറിയ ചോദ്യം, അല്ലെങ്കിൽ ഒരു ചിന്ത. ഈ വരുന്ന ആഴ്ച നിങ്ങൾക്ക് ധൈര്യം സംഭരിച്ചു പുറത്തു കടക്കാൻ പറ്റുന്ന നിങ്ങളുടെ സ്വന്തം ചെറിയൊരു സുരക്ഷിത കോട്ട ഏതായിരിക്കും? ഒന്ന് ആലോചിച്ചു നോക്കൂ. നല്ല ചോദ്യം. അടുത്ത തവണ കാണാം.